അശോകേട്ട നമുക്കൊരു കുഞ്ഞു ഗെയിമാണേ. എനിക്ക് തോന്നുന്നു അശോകേട്ടന്റെ പല ഡയലോഗ്സും ഇപ്പൊ എല്ലാവർക്കും വളരെ കാണാപ്പാടമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞങ്ങൾ കുറച്ച് ഡയലോഗ്സ് സ്ക്രീനിൽ കാണിക്കും, ഇടയ്ക്ക് ചില വേർഡ്സ് കാണില്ല, അത് അശോകേട്ടൻ ഫിൽ ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഡൺ. എവിടെയോ എന്തോ ഡാഷ് പോലെ. ഞാൻ പറയാൻ വേണേ, എവിടെയോ എന്തോ പോലെ തന്നെയല്ലേ വെള്ളം അടിക്കുമ്പോഴല്ലേ കുപ്പി എടുത്ത് കുടിക്കുമ്പോ പഞ്ചാബ് യൂസില് എവിടെയോ എന്തോ ഒരു പോരട്ടെ, ഞാൻ പറയണോ? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. കാര്യം അത് പറയാൻ കാരണം അറിയാമോ, ഈ സ്റ്റിക്കറില്ലേ നമ്മുടെ വാട്സപ്പിലൊക്കെ നമ്മൾ അയക്കുന്ന സ്റ്റിക്കർ, അതിന്റെ അകത്തെ ഒരു മെയിൻ ഐറ്റമാണ്. എല്ലാം ഉണ്ട് അതില്. കാണാം, ആ ഡയലോഗ് ഒന്ന് ഒഴിക്കല്ലേ, ധൃതി പിടിക്കല്ലേ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമേ. യെസ്. നിനക്ക് ഇഡലി ദോശ വട ഡാഷ്, എനിക്ക് പൊറോട്ടയും ചിക്കനും ഡാഷ്. പറക്കും തളിക. ഇഡ്ഡലി ദോശ വട ഗർഭ. നിനക്ക് ഇഡ്ഡലി ദോശ വട, എനിക്ക് പൊറോട്ട ചിക്കനും ഗർഭ. അത് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതുണ്ട്. ഇത് സംഭവിച്ചാല് ഈ സീനില് അങ്ങനെ ഡയലോഗ് ഇല്ല. അതൊക്കെ അപ്പൊ ഉണ്ടാക്കിയതാണ്. അവിടെ നിന്ന് ഒരു സീൻ എടുത്ത് ഡെവലപ്പ് ചെയ്യല്ലേ. ഈ ഒരു ഗർഭാന്നൊരു വേർഡ് അപ്പൊ എങ്ങനെ വന്നു? നിങ്ങൾ ചുമ്മാ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയാണ്. സ്ക്രിപ്റ്റഡ് ആയിരുന്നില്ല. ഇല്ല, സ്ക്രിപ്റ്റിൽ ഒരു പാറ്റേൺ ഉണ്ട്, ഈ ഗർഭം ഒന്നും ഉണ്ടായില്ല. ഇതൊന്നുമില്ല. നമുക്ക് അപ്പൊ അതൊന്ന് കാണാമേ. ഓക്കെ. പൈസക്കാരിയാണല്ലേ? ഈ ബാങ്കിൽ ഇനിയും പൈസ ഉണ്ടോ? നിനക്ക് ഇഡ്ഡലി ദോശ വട ഗർഭ, എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ. അത് എനിക്ക് പൊറോട്ടയും ചിക്കനും, അയ്യോ അത് മാത്രം മതി. അതൊന്ന് പറയാൻ പറ്റുമോ അശോകേട്ടാ? നിനക്ക് ഇഡ്ഡലി ദോശയും ഗർഭ, എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ. അടുത്ത ചോദ്യം. എന്നെ ഡാഷ് ആയെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ. സിനിമയുടെ പേര് ക്ലൂ തരാം, പാണ്ടിപ്പട. പിന്നെ സർവന്റ് ആയെങ്കിലും വേലക്കാരനായെങ്കിലും. അതെ, ദിലീപേട്ട തിരിച്ച് കണ്ടുപിടിച്ച് വരുമ്പത്തേക്കും ഇങ്ങനെ കൊടുത്തിട്ട് എന്നെ ഒന്ന് ഇങ്ങനെയെങ്കിലും നീ എന്നെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞൊരു സീനാണത്. അറിയോ? ഇല്ല, എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഈ പോയിന്റ് എനിക്കാണ്, ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചത്. സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർവെയർ ഊരി ജനലിൽ കൂടി ഞാൻ തരാം. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ. അതൊക്കെ അവര് തന്നെ ഇട്ടാ റാഫി മെക്കാട്ടിനെ ഒരു 1.5 സംഭവങ്ങളാ. അല്ല, വേറെ കാര്യമുണ്ട്. ഈ സീൻസ് ഒക്കെ ശരിക്കും അശോകൻ ചേട്ടനും ദിലീപൊക്കെ തന്നെ അഭിനയിച്ചതിന്റെയാണ് ആ ഒരു ടെമ്പോ ഇത്രയും ഭയങ്കര ടൈമിംഗ് ആണ്. അതായത് ഗീവ് ആൻഡ് ടേക്ക് പോളിസി എന്ന് പറയുന്നത് കൃത്യമാണ് ഇവർ രണ്ടുപേരും. അശോകേട്ട, ഇനി ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് വൺ ആണേ. ഒരാളെ ഡാഷ് പറഞ്ഞു വിടുമ്പോൾ എന്തൊരു മനസ്സമാധാനം. എന്തെങ്കിലും ക്ലൂ കൊടുക്കുന്ന നസീർക്ക? എന്റെ ഓർമ്മയിലുണ്ട്, പക്ഷെ ഡയലോഗ് കറക്റ്റ് വന്നില്ല. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞു. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ എന്തൊരു മനസ്സമാധാനം പറഞ്ഞു കൊടുത്തല്ലേ. നമുക്ക് അപ്പൊ അതൊന്ന് കാണാമേ. ഓക്കെ. അപ്പൊ ശരി, വണ്ടി വിട്ടേ. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? തിളക്കം പറയുമ്പോ തന്നെ എന്തൊരു മനസ്സമാധാനം.